ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 32. Day 31. യാ ഒന്നുമില്ലാത്തൊരു എപ്പിസോഡ്. ഒന്നുമില്ലാതായതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത്, ഒന്ന് നിവിന് മിണ്ടാതിരിക്കാൻ ഉള്ളൊരു ഐറ്റം കിട്ടി, അനുമോക്കും കിട്ടി. നമ്മുടെ കണ്ടന്റ് മേക്കർ അനുമോള് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരു കണ്ടന്റും ഇല്ല എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ മാത്രമല്ല, ഇന്ന് ലൈവിനകത്ത് മറ്റേ തൊപ്പി ടാസ്ക് നടന്ന സമയത്തും കുറേ പോർഷൻസൊക്കെ കട്ടാണ്. ഞാൻ അങ്ങനെ ആ ഒരു ഇൻറ്റൻസ് ഫൈറ്റ് കുറേ ആൾക്കാർക്ക് മറ്റേ മുറിയാവുന്നു, പ്രശ്നങ്ങളാവുന്നു, ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ നോക്കാൻ നേരത്തൊന്നും അതൊന്നും കാണിച്ചില്ല. ലൈവിനകത്ത് എല്ലാം കട്ടാണ്. അതാണ് ഗിസൈലിന് ഒന്നും കാണിച്ചിട്ടില്ല, എല്ലാം കട്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തു എപ്പിസോഡിൽ ആ സംഗതികളുടെ ഒരു ഇൻറ്റൻസ് ഫേസ് കാണിക്കുന്നു. പക്ഷെ അത് വളരെ പ്ലെയിൻ ആയിട്ട് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ കാണിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അത് കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും, കാരണം അത് വയലൻസ് സാധനമാണ്. ബിഗ് ബോസ് എടുത്ത് പറയുന്നുണ്ട്, ഈ ടാസ്ക് നിങ്ങളെ ബുദ്ധി വെച്ച് കളിക്കേണ്ടതാണ്, നിങ്ങൾ ഒരിക്കലും അഗ്രസീവായിട്ട് ഇതൊരു ഫിസിക്കൽ ടാസ്ക് ആയിട്ട് കളിക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും ഭയങ്കര എക്സ്ട്രീം ഫിസിക്കലായിട്ടാണ് ഇന്ന് ആ സാധനം പോയിക്കൊണ്ടിരുന്നത്. ഇന്നലെ രാത്രി പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും കണ്ടത്. നിങ്ങൾ രാത്രി ലൈവ് കണ്ടിരുന്നു? ഇന്നലെ രാത്രിത്തെ ലൈവില് ആദിലെ ഷാനവാസിനൊക്കെ പോയി കൺവിൻസ് ചെയ്തിരുന്നു, മറ്റേ പ്ലാൻ ചെയ്ത് കളിക്കുക, ഞങ്ങൾ കുറച്ച് സ്ട്രോങ് അല്ല, നമുക്ക് ടീമാവാം. അങ്ങനെയാണ് ആ സാധനം കളിക്കേണ്ടത്. ആ രീതിക്കാണ് ആ സാധനം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഈവൻ അഭിലാഷാണെങ്കിലും അഭിലാഷിൻ്റെ ടീമാണെങ്കിലും കുറച്ചൊരു പ്ലാൻ ചെയ്ത് ചിന്തിച്ചിട്ടാണ് ആ ഐറ്റം കളിച്ചിട്ടുള്ളത്. മറ്റത് രേണുവിൻ്റെ ഒപ്പം ഷാനവാസും അക്ബറും ഉണ്ട് തന്നെ ഉള്ളൂ. രേണു കളിയിലില്ലാത്തതുകൊണ്ട് പണി പാളി. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ പണിപ്പുര ടാസ്കിൻ്റെ വിഷയമായിട്ടാണ് തുടങ്ങുന്നത്. അത് ബിന്നിക്കും നിവിനും പാളി. അവർക്ക് കണ്ണ് കെട്ടി കൊടുത്തതും ആ ബുദ്ധിപരമായിട്ട് കളിച്ചില്ല. ഈസി ആയിട്ട് അവർ ഈസി ആയിട്ട് അവര് സാധനങ്ങൾ എടുത്ത് പുറത്തു വന്നു മാത്രമല്ല, പക്ഷെ ചെറിയ പണിയായതുകൊണ്ട് പിന്നെ അതങ്ങനെ വലിയൊരു കാര്യമായിട്ട് അത്ര പണി മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ വലിയ കാര്യമായിട്ട് എഫക്റ്റീവായിട്ട് നിന്നതൊന്നുമില്ല. അതിനുശേഷമാണ് അപ്പാനീന്റെയും നമ്മുടെ ഇവളതും അനുമോളുടെ ഒക്കെ ഒരു ഐറ്റം, കൂടോത്ര ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു. അനുബെല്ല. ആക്ച്വലി ഞാൻ ഇന്ന് അനുമോളുടെ ഇൻസ്റ്റാഗ്രാമില് ഏഷ്യാനെറ്റിനായിട്ട് കൊളാബ് കണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു കൊളാബ് ഇട്ടിട്ടുണ്ടായിരുന്നു, അനബെല്ല പ്രേതം എന്നൊക്കെ പറഞ്ഞിട്ട് പാവേന്റെ ഒരു കൊളാബ് ഇട്ടിട്ടുണ്ടായിരുന്നു. രസമല്ലേ? ഇപ്രാവശ്യം കുറെ എഡിറ്റ്സ് വരുന്നുണ്ട്, കട്ട്സ് വരുന്നുണ്ട്, കുറെ ട്രോളുകളൊക്കെ വരുന്നുണ്ട്. അനുമോളായിട്ട് ഈ സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, കൊളാബ് ഇട്ടിട്ടുണ്ട്. പക്ഷെ വിഷയം എന്താ അറിയോ, അത് കഴിഞ്ഞിട്ടുള്ള അനുമോളുടെ സ്റ്റോറി എന്താ അറിയോ, ഭയങ്കര പ്രോഗ്രസീവായി ചിന്തിക്കുന്ന, ഭയങ്കര പ്രോഗ്രഷനൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോഴും ഈ പറഞ്ഞ കൂടോത്രത്തിലും ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് വെച്ചിട്ടാണോ ഒരു കണ്ടസ്റ്റന്റിനെ പറയണെന്നുള്ള രീതിക്കുള്ളൊരു സ്റ്റോറി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അനുമോളുടെ ടീം എന്ത് ചെയ്യരുത്, ഈ ട്രോള് പോലും നിങ്ങൾ എൻടോസ് ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ട്രോൾ എൻടോസ് ചെയ്തത് മാത്രമല്ല, അതിനിടെ പോയിട്ട് അനുമോളുടെ ഒഫീഷ്യലിൽ നിന്ന് കമന്റ് ചെയ്തിട്ട് അനുബല്ല കമന്റ് കൂട്ടിക്കാണ്. ഇത് എന്തെന്നാ ഇത് അല്ലേ, ഹിപ്പോക്രസി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. വീട്ടിനകത്തുള്ള എല്ലാവർക്കും ആ പാവപ്പ് ഒരു ഇറിറ്റേഷൻ ആണ്. ഓക്കെ, സംഗതി അനുമോള് മിണ്ടാതിരുന്നിട്ട് പോലും ഇന്ന് അനുമോളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് അവിടെ. ഈ പറഞ്ഞ അപ്പാനി കുറെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ പിന്നെ അപ്പാനിന്റെ വേറെ സീൻ കേട്ടോ, ഈ കരിപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിളിയുണ്ട്. പക്ഷെ എന്തിനാ അങ്ങനെ കളിയാക്കി വിളിക്കുന്നത്? ചില സമയത്ത് ഫണ്ണാണ്, പക്ഷെ എന്നാലും അത് അല്ലല്ല, അയാളെ ജോലി മാത്രമാണ്. ഈ പുള്ളി കണ്ടിട്ടില്ല. ഇപ്പൊ കളിയാക്കി വിളിക്കുന്നതാണെങ്കിൽ തന്നെ പോട്ടെ, ഒരു അച്ഛനല്ലേ വിളിക്കുന്ന സമയത്ത് അപ്പാനി ഇവള് ഇല്ലാത്ത സമയത്ത് പോലും ആ സാബുമാനോടൊക്കെ ഇരുന്നിട്ട് അങ്ങനെ പറയുന്നുണ്ട്. ബിന്നിക്ക് അത് കത്തിയില്ല. ബിന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഈ സാധനം അടിച്ചു, കരിപ്പെട്ടി സാധനം എന്ന് പറഞ്ഞ് അടിച്ചിട്ട്. ശരിക്കും അതൊക്കെ അപ്പാനിക്ക് വൻ നെഗ്ഗാണത്. അങ്ങനത്തെ സാധനങ്ങളൊന്നും അപ്പാനി എടുത്തിടേണ്ട കാര്യമില്ല. അപ്പാനിക്ക് അവിടെ നടക്കുന്ന സംഗതികളിൽ ആ പ്ലെയിൻ ആയിട്ട് എടുത്തിട്ട് പോയാൽ മതി അപ്പാനി. പക്ഷെ അത് ചെയ്യുന്നില്ല. ഓക്കെ, അനുമോളും തിരിച്ച് പലതും വിളിച്ച് പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു സാധനത്തേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടെന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എന്താണെങ്കിലും കൂടോത്രം സെറ്റപ്പിനെ കുറിച്ചുള്ള ഇങ്ങനെ ഊഹാപോഹങ്ങളൊക്കെ സെൽഫായിട്ട് അനുമോളെ ടീം എൻഡോസ് ചെയ്യുന്നുമുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാലോ അതിനെക്കുറിച്ചുള്ളൊരു കണ്ടന്റ് എവിടെയെങ്കിലും പൊന്തി വന്നാൽ അത് അവർക്ക് ഭയങ്കര ഒഫൻഡഡ് ആയിട്ട് തോന്നുന്നുണ്ട്. അതൊരുമാതിരി പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ വീട്ടിനകത്താണെങ്കിൽ തന്നെ അനുമോളൊന്ന് ഷൂഷി പൂഷി ഭൂം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ തൊപ്പി ടാസ്ക്, നിങ്ങൾക്ക് എന്താ തോന്നി? തൊപ്പി ടാസ്ക് ശരിക്കും അതൊരു ബുദ്ധിപരമായിട്ട് കളിക്കേണ്ട സാധനം തന്നെ ആയിരുന്നില്ലേ?
ഇന്നലെ ഞങ്ങൾ കണ്ടത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? തൊപ്പി ടാസ്ക് സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെ ടാസ്ക് കണ്ടിട്ടില്ല? നിങ്ങൾ 2 ദിവസമായിട്ട് ഔട്ടാണല്ലേ? ഞാൻ കണ്ടിട്ടില്ല. ചിത്തുഭായി 2 ദിവസമായിട്ട് ഔട്ടാണ്. അതായത് ഇതെന്തായിരുന്നു വിഷയം എന്ന് അറിയാമെങ്കിൽ, ബിഗ് ബോസ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുത്തതാ. എന്നിട്ട് തൊപ്പിട്ടിട്ട് സ്ട്രാറ്റജി വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് ഈ സാധനം എടുക്കണം ഒരാളെ തലേന്ന്. ഇവന്മാരെ അടി എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ഫിസിക്കൽ തമ്മിലടി. ഇതിലാകെ എനിക്ക് തോന്നുന്നത് ബുദ്ധിപരമായിട്ട് കളിച്ചിട്ടുള്ളത് നെവിനാണ്. നെവിൻ ഒളിച്ചു പോയി. ജിഷിൻ ചൊറിഞ്ഞ് ഇപ്പം എന്തായി, നെവിൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടാത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ എത്തും ചെയ്തു. വേദലക്ഷ്മിക്ക് മാത്രമായിരിക്കും ഇപ്പോൾ സാധനം നെവിൻ എന്തെങ്കിലും കൊടുക്കാൻ പോകണം. കാരണം ആ രീതിക്ക് നെവിൻ ആര് ചൊറിയുണ്ട്, ജിഷിൻ ചൊറിയുണ്ട്. അതൊരു കാര്യമില്ലാതെയാണ് ആ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ടാസ്കിൻ്റെ കാര്യങ്ങൾ വളരെ കുറച്ചേ കാണിച്ചുള്ളൂ. ഗിസൈലിന് പരിക്ക് പറ്റി, അക്ബറിന് പരിക്ക് പറ്റി, അക്ബർ ഷർട്ട്, അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി ആ ടാസ്ക് പോകുമ്പോൾ അത് കൂടുതൽ അവർക്ക് കാണിക്കാനും പറ്റിയില്ല. കാണിക്കാൻ പറ്റാതെ അത് കട്ടായിട്ടാണ് ആ സാധനം പോയിട്ടുള്ളത്. എനിക്കത് ലൈവ് കാണിച്ചത്ര പോലും എപ്പിസോഡിൽ ആ സാധനം വന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ട്. എന്താണ് ഈ ലാലേട്ടൻ വരുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചോദിക്കണം. കാരണം ഇത്രത്തോളം അത് ഫിസിക്കലായിട്ട് കളിക്കേണ്ട ഒരു കാര്യം അവർക്കില്ല. ഫിസിക്കലായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയൊന്നും ഇല്ല. അത്ര ഫിസിക്കൽ അഗ്രഷൻ ഈ ഒരു 5-6 ആഴ്ച കൊണ്ട് തന്നെ കാണിച്ചു തുടങ്ങിയാൽ ലാസ്റ്റൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവർ എന്ത് ഫിസിക്കൽ അറ്റാക്ക് തമ്മിൽ നടത്തും. ലാലേട്ടൻ പക്ഷെ എന്തൊക്കെ ചോദിക്കുന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. ലാലേട്ടൻ എന്താ അറിയോ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനുഷ്യൻ സമാധാനപൂർവ്വം എവിടെയോ ടൂർ പോയിരിക്കും. പ്രാവശ്യം മൂപ്പർക്ക് ലിസ്റ്റ് ഇങ്ങനെ വരും. ഞാൻ എന്തൊക്കെ ചോദിക്കും, ഇതൊക്കെ എന്തൊക്കെയാ പെടുന്നത്, എന്താണ് ഈ കൊച്ചു ബിഗ് ബോസിൽ നടക്കുന്നത് എന്നുള്ളത് ലാലേട്ടൻ്റെ ഒരു അവസ്ഥ. മെയിനായിട്ടുള്ള ഐറ്റം മറ്റത് തന്നെ, ഗിസൈലിൻ്റെ അനുമോള്. പക്ഷെ ഞാൻ എന്താ ഒരു കാര്യം ശ്രദ്ധിച്ചറിയോ, ഒരാൾ പോലും ഇപ്പോൾ ആ വീട്ടിൽ ആ സാധനം ഏറ്റുപിടിച്ചിട്ടില്ല. അത് ശ്രദ്ധിച്ചു നിങ്ങൾ? ആ ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ അനുമോള് മാത്രം അവിടെ ഇവിടെയും കുറച്ചത് പറഞ്ഞു നടന്നു എന്നല്ലാതെ പിന്നെ ഒരാളും ഈ സാധനം ഏറ്റുപിടിച്ചിട്ടില്ല. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ബിന്നി ഒരു തുരപ്പം പണി വെക്കുന്നുണ്ട്. ബിന്നി പല സ്ഥലങ്ങളിലായിട്ട് പലരോടായിട്ട് ഈ അനുമോള് ഫ്ലേർട്ട് ചെയ്യുന്ന ഒരു സാധനം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇന്ന് കുറേ പേരുടെ കണ്ടന്റിനകത്ത് കണ്ടു ബിന്നി ഇരുന്ന് സംസാരിക്കുന്ന ഒരു പോർഷനുണ്ട്. ആ പോർഷനകത്ത് ബിന്നി അങ്ങനെ നടക്കുന്ന സ്ത്രീകളെ എങ്ങനെ വിളിക്കണം എന്നുള്ളതാണ് ബിന്നി ചോദിച്ചിട്ടുള്ളത്. അത് എങ്ങനെയാണെന്നുള്ളത്, അതായത് ഫ്ലേർട്ട് ചെയ്ത് ഇതിനകത്ത് പ്ലാൻ ചെയ്ത് ഫ്ലേർട്ട് ചെയ്യുന്ന പെൺകുട്ടികളെ എന്ത് വിളിക്കണം, ഇതും ആ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ടാ. പക്ഷെ കുറേ ആൾക്കാർ അതിന് വേറൊരു ടേമാണ് വെച്ചു കൊടുത്തു. മനസ്സിലായി? ഒരു വേശ്യ എന്നുള്ളൊരു സാധനമാണ് വെച്ചു കൊടുത്തു. അതെന്തിനാണ് അങ്ങനെ വെച്ചു കൊടുക്കണേ? ബിന്നി അങ്ങനെ മീൻ ചെയ്യാത്തൊരു സാധനം ഇവർക്ക് എടുത്ത് വെക്കേണ്ട ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അത് വളരെ മോശം പരിപാടിയായിരുന്നു. അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കണ്ടതുകൊണ്ടാണ് പറഞ്ഞത് അതൊരു മോശം സംഗതിയാണ്, അത് ചെയ്യാതിരിക്കുക. കാരണം ബിന്നി അവിടെ അത് പറഞ്ഞിട്ടില്ല. ബട്ട് ബിന്നീൻ്റെ പ്ലാനിങ് ഇവിടെ ഉണ്ട്. ബിന്നി പല സ്ഥലങ്ങളിലായിട്ട് ഇന്നലെ രാത്രിയൊക്കെ പോയിട്ട് അനുമോക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. ആര്യൻ്റെ ആ ഒരു പ്രേമത്തിൻ്റെ സംഗതി എടുത്തു കൊടന്ന് വെച്ച് രണ്ടാമതും ആ ഒരു സാധനം മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ബിന്നി ആ ഒരു സാധനം പിടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നിപ്പോ ജയിലിൽ കിടക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് അവേ അത് പോയിട്ട് ആ സാധനങ്ങൾ ചോദിക്കുന്നോണ്ട് എനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല കേട്ടോ. കാരണം അനുമോള് കളിക്കുന്ന ഗെയിമും ഈ ഞാൻ ചോദിക്കണോ, എനിക്ക് തെറ്റായിട്ടല്ല ഞാൻ പറഞ്ഞത് എന്താ അറിയോ, ഇവിടെ ഓൾറെഡി അനുമോള് അടിഞ്ഞിരിക്കുകയാണ്. അടി കിട്ടിയിരിക്കുകയാണ് അനുമോള്. ആ അടി കിട്ടിയിരിക്കുന്ന അനുമോള് അടി വാങ്ങി മിണ്ടാതിരിക്കുമ്പോൾ ആര്യൻ ഒരു സൈഡിൽ കൂടി വളരെ ക്ലവറായിട്ട് പറയുന്നുണ്ട്. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഭയങ്കര ജോയ്ഫുള്ളായിട്ട് വന്ന ടാസ്കൊക്കെ കളിച്ച് നമ്മളതിൽ എഫക്റ്റഡ് ആണ് എന്നറിയാതെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആര്യൻ പറയുന്നത്. അത് ആര്യനും ഗിസൈലും അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഗിസൈലിനെയും കൂടി വലിച്ചിട്ട് പിന്നെ എതിക്കിട്ടാണ് ഈ ലൂപ്പിൽ. അതായത് ഈ സാധനത്തിൽ അത് പിന്നീന്റെ ഗെയിമാണത്. അവിടെയാണ് പിന്നെ ക്രൂക്കഡാവുന്നത്. അവിടെയാണ് പിന്നെ ഒരു ക്രൂക്കഡ്. അനുമോൾക്ക് തന്നെ ഒരു ഏകദേശം മനസ്സിലായിണ്ടാവും വീട്ടിലുള്ള ആളുകളൊന്നും അനുമോളെ ഈ പരിപാടികളൊന്നും പോയി അനുമോക്ക് അത് വേണം. അനുമോക്ക് ഒറ്റപ്പെടലാണല്ലോ വേണ്ടിയിരുന്നത്. അനുമോക്ക് കിട്ടുന്നുണ്ടല്ലോ, അനുമോക്ക് അത് കിട്ടുന്നുണ്ട്. പിന്നെ പാവ വെച്ചിട്ടുള്ള കളി കൂടി ആളുകൾ പ്രൊവോക്ഡ് ആവേണ്ടിയിരുന്നു. അറിയാലോ, മറ്റേ സീസണിൽ മറ്റേ രാജാവ് ചെയ്ത പരിപാടി ആ സാധനം അയാൾക്ക് പഴകിയ സാധനമാണെങ്കിലും ഇവിടെ വർക്കാണ്. ഷാനവാസ് പിന്നാലെ പോയി മാന്തു വാങ്ങി, അപ്പാനി പിന്നാലെ പോയി. അപ്പൊ ഇത് ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് നടക്കുക എന്നുള്ള ഒരു സാധനം ഉള്ളപ്പോ അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉള്ള സമയത്ത് ഈ സാധനം ആ പാവക്കണ്ടന്റ് വർക്കാന്നുള്ളത് മനസ്സിലായി. പിന്നെ നെവിന്റെ കാര്യം എടുത്ത് പറയണം. എത്ര വട്ടാ റൂൾസ് ബ്രേക്ക് ചെയ്യുക. ഇന്ന് അവിടെ സ്റ്റോർ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. എന്നിട്ട് അനീഷ് വന്ന് നോക്കുമ്പോൾ സ്റ്റോർ റൂമിൽ ചത്ത പോലെ കിടങ്ങി. സ്റ്റോർ റൂമിൽ ബാറ്ററി എടുക്കാൻ പോയിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതേപോലെ ആ വീട്ടിൽ എല്ലാവരും കിടന്നുറങ്ങണ്. ആര്യം കിടന്നുറങ്ങണ്, അനുമോള് കിടന്നുറങ്ങണ്, നൂറ കിടന്നുറങ്ങണ്, ആദില കിടന്നുറങ്ങണ്, എല്ലാവരും ഉറങ്ങിക്കൊണ്ട്. അത് ഞാൻ പറയട്ടെ, കണ്ടസ്റ്റൻസിന്റെ പ്രോബ്ലം അല്ല കേട്ടോ. വീക്ക്ലി ടാസ്ക്
ഡെയിലി ടാസ്ക്, ഇങ്ങനത്തെ സാധനങ്ങൾ എൻഡ്യൂറൻസ് ടാസ്കോ അല്ലെങ്കിൽ എൻഗേജ് ആയിട്ടുള്ള ടാസ്കോ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഉറങ്ങില്ല. ശരിക്കും ഇങ്ങനത്തെ ഒരു ഉറക്കം നമ്മളൊരു ബിഗ് ബോസ് സീസണിൽ കാണുന്നുണ്ടെങ്കിൽ അവസാനത്തെ ആഴ്ചകൾ, അതായത് ഫാമിലിയൊക്കെ വന്നു പോയിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ നമുക്ക് ഇല്ലാത്തൊരു സമയത്താണ് നമ്മൾ മറ്റേ റിസോർട്ട് പോയ മാറ്റത്തെ ഒരു ആംബിയൻസിൽ കിടന്നുറങ്ങുക. ഇത് തുടങ്ങി ഒരു മാസമായിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്കും ഇങ്ങനെ ഉറങ്ങുന്ന രീതിയിൽ ഇവരെ ഫ്രീ ആയിട്ട് ഇവർക്ക് ഫ്രീ ടൈം കിട്ടുക എന്ന് പറയുമ്പോൾ ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് വർക്കൗട്ട് ചെയ്യണം. കാരണം ഇവരെ എൻഗേജ് ആക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാക്സിമം ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതെന്തായുള്ളൂ, ആ സാധനം ക്ലിയർ ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സ്പൈക്കുട്ടൻ വന്നു, നെവിനെ പൊക്കി. നെവിനെ പൊക്കണം, നെവിനെ പൊക്കാതിരുന്നിട്ട് എന്താ കാര്യം? നെവിനോട് ഒളിപ്പിച്ച് വെക്കരുത്, കള്ളത്തരം പറയരുത് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ അഗൈൻ ഈ സ്റ്റോറി ടെല്ലിങ് ടാസ്ക്, ഈ ഒരാളുടെ പേഴ്സണൽ സ്റ്റോറി, എനിക്ക് ഇപ്രാവശ്യത്തെ രീതികൾ ഇഷ്ടമായി. ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് കാര്യം പറയുന്നതാണെങ്കിലും ഇതൊരു ടാസ്ക് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ലൈഫ് സ്റ്റോറി ഒരു ടാസ്ക് ആയിട്ട് പറയാൻ പറ്റുമോ? അത് ഇൻട്രസ്റ്റിംഗ് ആക്കുക എങ്ങനെയാ? അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അതിന്റെ ലോജിക്ക് മനസ്സിലായി. അതോ ഇനിയിപ്പോ ടാസ്ക് കൊടുത്തത് ഇവരുടെ സ്റ്റോറി അല്ല, അവർക്ക് ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യാൻ കൊടുത്തതാണ്, ഇവര് തെറ്റി ചെയ്തതാണ്. നിങ്ങൾക്ക് ഇതിന്റെ സിറ്റുവേഷൻ മനസ്സിലായോ? ഇവർക്ക് ഒരു ടാസ്ക് കൊടുത്തു, സ്റ്റോറി പറയാം. 4-5 ആൾക്ക് 2 മിനിറ്റ് വെച്ചിട്ട് 10 മിനിറ്റ് കൊണ്ട് സ്റ്റോറി പറയാനാണ് കൊടുത്തത്. ഇതുവരെ സ്വന്തം സ്റ്റോറി ഇവർ പറയുന്നുണ്ട്. ഞാൻ ഈ പോർഷൻ ഞാൻ ലൈവിൽ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മിസ്സായിട്ടുണ്ട്. ശരിക്കും ഇനി ഇത് ഇവർക്കൊരു സ്റ്റോറി, ഇവരുടെ തന്നെ ലൈഫ് സ്റ്റോറി വെച്ചിട്ടൊരു സ്റ്റോറി പറയാനാണോ, അതോ അവരൊരു ഇമാജിനറി സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്ത് പറയാനാണോ എന്നറിയില്ല. എന്താണെങ്കിൽ അങ്ങനെ ഒരു സാധനമാണ്. അതിൽ എനിക്ക് തോന്നിയത് വേദലക്ഷ്മി പറഞ്ഞത് കുറച്ചും കൂടി ഒരു നമുക്ക് ഓക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഇനി മുന്നോട്ട് കേൾക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി വേദലക്ഷ്മിയുടെ സ്റ്റോറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ഇവര് അനീഷിനെ ടൂട്ടിയിടി. അനീഷിന്റെ കഥ, അനീഷ് പ്രോപ്പറായിട്ട് അനീഷിന്റെ കഥ അഡ്രസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അയാൾ വന്ന സ്റ്റേജ്, അയാളുടെ ലൈഫിൽ എന്തൊക്കെയാണ് അനുഭവിച്ചത്, ഏതൊക്കെ ഫേസിലൂടെ പോയിട്ടുണ്ട്, ഇപ്പൊ കർഷകന്റെ ഫേസ്, സർക്കാർ, അങ്ങനെ ജോലി, എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇതൊരു വെറും കോഴി തമാശയാണ്. അനീഷിനെ അവരിപ്പോഴും ആ ഒരു ലെവലിൽ കണ്ടിട്ട് അഭിലാഷ് മാത്രമാണ്, ഞാനത് കണ്ടിരുന്നു, അഭിലാഷ് മാത്രമാണ് വളരെ മാന്യമായിട്ട് നീച്ചെന്ന് പറഞ്ഞത്. എന്ത് പരിപാടി നിങ്ങൾ കാണിക്കുന്നത്? ഒരാളവിടെ ഒരു കാര്യം പറയും, നിങ്ങൾ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? ഉള്ളിലാണെങ്കിൽ നിങ്ങൾ അന്ന് ആരും ചിരിച്ചപ്പോൾ ഭയങ്കര ആ ഒരു സാധനം അഭിലാഷ് മാത്രമാണ് അത് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞ ഒരാൾ. ആ പോർഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഥ പറച്ചിലിൻ്റെ പരിപാടി ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് സ്വന്തമായിട്ട് കഥ പറയാനുള്ളൊരു പരിപാടിയാണ് അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കഥ പറച്ചിലൊരു ടാസ്ക് ആവുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. കാരണം പലരും ഈ കഥ പറയാൻ പ്രിപ്പയർ ആയി വന്നവരുണ്ടാവും. നൂറയുടെ കഥ കണ്ടില്ല ഇന്നലെ? നൂറയുടെ കഥ സത്യത്തിൽ ഇന്നിപ്പോൾ ഭയങ്കര ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ, നൂറയുടെ കഥേൻ്റെ മുകളിൽ. അത് ഞാൻ നാളെ ഒരു കോണ്ടന്റ് ആയിട്ട് തന്നെ ചെയ്യാം. എനിക്ക് പക്ഷെ എവിടേക്കോ അതൊരു ഫുള്ള് കാണിക്കാത്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയി. എനിക്കറിയില്ല അത് ഫുള്ള് കാണിച്ചോ ഇല്ല, അത് അത്രേ ഉള്ളൂ എന്ന് നമുക്കറിയാൻ പാടില്ല. കമന്റ് സെക്ഷനൊക്കെ ഭയങ്കര സീനായിരുന്നു നൂറയുടെ കഥ. നൂറയുടെ കഥ നിങ്ങളൊന്ന് കാണണേ, ഇതിനകത്തുണ്ടോ പ്ലസ്സില്? ഏതാ കഥ സാനയോ ഈ ഏതാ പറയുന്നത്? ഇതിന്റെ കൈ ഒരു ഇത് ചെയ്യാറില്ലേ, മറ്റേ ലക്ഷ്മിയോ ഒരു കുട്ടീനെ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കാറില്ലേ? അതിന്റെ കഥ കേട്ട ഓർമ്മണ്ടോ? ആ കഥ പക്ഷെ ഫുള്ള് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ള. അപ്പോൾ എന്താണെങ്കിലും സ്റ്റോറിയുടെ ഒരു സീൻ ഇങ്ങനെ അവിടെ ഉണ്ട്. പിന്നെ എല്ലാവരുടെയും റിയൽ ലൈഫ് സ്റ്റോറിയാണ്, നമുക്കിപ്പോൾ അതിലൊന്നും പറയാനൊന്നുമില്ല. എല്ലാവരും അത് പറയണമെന്ന് ആഗ്രഹിച്ചു വരുന്നവരാണ്. പറയുന്നത് കൊണ്ട് അവരുടെ പ്രോബ്ലംസ് മാറും, ഫാമിലി ആയിട്ട് ഫിക്സ് ആവും, പ്രശ്നങ്ങൾ തീരും എന്നുള്ളതൊക്കെ അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ആ കഥയുടെ മുകളിൽ പിന്നെ പ്രത്യേകിച്ച് ഒരു ഓഡിറ്റ് ഒന്നും കൊണ്ടുവരുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. കഥ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അപ്പോഴും ഒരു തട്ട് താന്നിരിക്കുന്ന അനിയമിതുന്റെ കഥയാണ്. അതൊരു 1.5 അതൊരു കഥ തന്നെയായിരുന്നു. അത് ആര് വന്നാലും സാനയുടെ തട്ട് താന്നിരിക്കും. പിന്നെ അതിനുശേഷം നമ്മളെ ശാരിക കേബി പോയ ആ ഒരു വിടവ് നികത്താനാണ് തോന്നുന്നുണ്ട് മസ്താനിന്റെ ഇന്റർവ്യൂ പരിപാടി തുടങ്ങി. ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ലോക വെറുപ്പിക്കലും ക്രിഞ്ചും. ഒരു എപ്പിസോഡിനകത്ത് ഒന്നും കാണിക്കാനില്ലാത്തോണ്ടാണ് തോന്നുന്നു ഈ ക്രിഞ്ച് ഐറ്റത്തിൽ. നെവിൻ എങ്ങനെ കാണിച്ചാലും എപ്പിസോഡ് കാണാതിരിക്കുന്നവർ ഈ ക്രിഞ്ച് കാണാനാണോ അതൊരു ഭയങ്കര ക്രിഞ്ച് ഐറ്റായി തോന്നി. ഈ ഒട്ടും അത് ഈ ഒരു സംഗതി ഇല്ല അതിനകത്ത്. പിന്നെയാണ് പിന്നെ അവിടെ പോയിട്ട് അഗൈൻ ഗിസയിലും പിന്നെയും കൂടിയും ആ ഒരു ആര്യന്റെ സാധനം വീണ്ടും എടുത്തിട്ട് അത് ലൂപ്പ് അടിച്ച് തിരിച്ചെന്തുണ്ട്
അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ മറ്റേ നെവിനെ ഓടിയത് 10 റൗണ്ട് ആയപ്പോഴത്തേക്ക് ബിഗ് ബോസ് നിർത്തി. കാരണം അത് ഇവനെ കൊണ്ട് ഷാനവാസും അക്ബറും തമ്മിലുള്ള പ്രശ്നം തീർന്നോടുകൂടി ഷാനവാസ് അവിടെ മാത്രമല്ല, ഷാനവാസ് എങ്ങനെ ഇരുന്നിരിക്കുന്നത്, ഒന്ന് കയ്യിൽ കടി കിട്ടിയില്ലേ. അപ്പൊ ഷാനവാസ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ പകുതിയായടാ. അയാൾക്ക് ഫിസിക്കലി ഭയങ്കര പേടിയുള്ള ഒരു മനുഷ്യനാണ്. കാരണം അയാൾ ആ ഒരു ഫിസിക്കൽ കണ്ടീഷനിൽ ഉള്ളതുകൊണ്ട് ആ കടി കിട്ടിയപ്പോഴൊക്കെ അയാൾക്ക് ഭയങ്കര പേടിയുണ്ട് ആ മനുഷ്യന്. അയാൾ അങ്ങനെ പിന്നാണ്ട് ഇൻവോൾവ് ആവണില്ല. അത് മാത്രമല്ല, കുറച്ച് ദിവസമായിട്ട് ഷാനവാസിനെ ശ്രദ്ധിച്ചാൽ മതി. ഷാനവാസിന് എന്തോ ഒരു സ്ട്രെസ് കുടുങ്ങിയ പോലെ ഉണ്ട്, ഒരു പേടി കുടുങ്ങിയ പോലത്തെ ഒരു അവസ്ഥ ഷാനവാസിനുണ്ട്. ഷാനവാസ് അങ്ങോട്ട് ഒരു കംപ്ലീറ്റ് ഇപ്പൊ ഗെയിമിലല്ല, അയാൾ വേറെ എന്തൊക്കെയോ അയാളെ മൈൻഡ് എന്തൊക്കെയോ ആണ്, അയാളെ മൈൻഡ് മാറാണ്, മൈൻഡ് ഔട്ടാണ്. ഹെൽത്ത് ആലോചിച്ചിട്ടായിരിക്കണം ഒരു പക്ഷെ അയാൾക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അയാൾ ഗെയിമിൽ തന്നെയല്ല, ഇന്ന് തന്നെ ഇപ്പൊ ആ ഗെയിമില് അക്ബർ ഒറ്റയ്ക്കാണ് രേണുവിനെ ഡിഫെൻഡ് ചെയ്തത്. ഷാനവാസ് അപ്പുറത്ത് പോയിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു ഗിസേലിന്റെ അവിടെ നിന്നുണ്ടെങ്കിലും ഷാനവാസ് അത്ര ഇൻവോൾവ് അല്ല. എനിക്ക് തോന്നുന്നു ഒന്നാമത് ആ ഇഞ്ചുറിയും കൂടി ആയപ്പോഴേ പറ്റങ്ങോട്ട് ഡൗൺ ആയിട്ടുണ്ടാവും, ആളാ ഒരു മൂഡ് നാട് പോയിട്ടുണ്ട്. പിന്നെ അയാളൊരു ഫാമിലി മാൻ ആണ് തോന്നുന്നുണ്ട്. ഫാമിലിനെ കാണാത്തതിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫാമിലിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോഴാണ് അയാൾ കുറെ അങ്ങോട്ട് ഡൗൺ ആയത് പെട്ടെന്ന്. മേ ബി ആയിരിക്കാം. എന്താ പറയുക, ഇത്ര സമയം എല്ലാവർക്കും പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും ഇപ്പോ അനുമോളെ പോലെ അനുമോളെ ഞാൻ അതിലൊക്കെ സമ്മതിച്ചിട്ടു. എന്താണെങ്കിൽ എന്തടി ഇന്ന് ആലോചിക്കും, ഈ എപ്പിസോഡിൽ കണ്ടന്റ് ഇല്ല, അനുമോള് മിണ്ടാതെ ഇപ്പൊ കണ്ടന്റ് ഇല്ലാതെ, സത്യത്തിൽ കണ്ടന്റ് ഇല്ലാതെ. നിങ്ങൾ ശ്രദ്ധിക്കുക, അനുമോള് ശബ്ദിച്ചില്ല. അനുമോള് ഇന്ന് അനുമോൾക്ക് മിണ്ടാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ആ പാവേന്റെ പിന്നാലെ അപ്പാനെ നടക്കുന്നതൊക്കെ കണ്ടന്റാ. അവിടെ എന്തെങ്കിലും ഓള് വെടത്തലം വിളിച്ചു പറയും, ബാക്കിയുള്ളവർ പിന്നാലെ കൂടിത്തുള്ളു ഓടും. ഇന്നാ കണ്ടന്റ് മിസ്സാണ്. അനുമോളത്തെ കണ്ടന്റ് മേക്കർ ഇല്ലേ, അനുമോൾ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ പൈസക്ക് പണിയെടുക്കുന്ന അനുമോള് മാത്രമാണ്, കാരണം ഒരു മനുഷ്യയാണ് പണിയെടുക്കില്ല. പക്ഷെ ആദിലെ അഗെയിൻ കൺഫ്യൂസ്ഡ് ആണ്. ആദിലെ ഭയങ്കര കൺഫ്യൂസ്ഡ്. ആദില ആ പോക്ക് പോയത് കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു. ആദിലിങ്ങനെ അനുമോളെ പിന്നാലെ പിടിച്ചു പോയപ്പോ ഇതില് നമ്മൾ ആദ്യം പറഞ്ഞ ശരിയാവുന്നുണ്ടല്ലേ, നൂറാണ് ഒന്നുകൂടി സ്ട്രോങ് അല്ലേ, നൂറാണ് ഒന്നുകൂടി. എടി ആദിലെ പറയുന്ന പോയിന്റ്സ് ഒക്കെയാ, പക്ഷെ ആദിലേക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണില്ല. നൂറ് അങ്ങനെയല്ല. നൂറ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ തലയിൽ ഡോമിനേറ്റിംഗ് ആണ് നൂറ, ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ് നൂറ. പിന്നെ ആദിലെ പറഞ്ഞിട്ടില്ല, എന്നെ പോലെ അല്ല അവള്. അതിൽ നൂറ എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിമിനെ കറക്റ്റ് ആയിട്ട് ഗെയിം കാണുന്നത്. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് നൂറ ഒന്നും കൂടെ അത് കുറച്ചും കൂടെ മനസ്സിലേക്ക് എടുക്കുന്നുണ്ട്. അതാണ് അനുമോളെ മാറ്റി നിർത്താൻ വയ്യാത്തത്. അനുമോള് പറയുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് അതിലേക്ക് യോജിപ്പില്ല. എന്നാൽ പോലും അനുമോളുടെ അടുത്തുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം അതാ നേരത്തെ പറഞ്ഞ അതിന് മുഴുവൻ വിടാനും വയ്യാത്തോണ്ടാണ് മൂപ്പത്തി പറഞ്ഞത്. പിന്നെ നൂറയോട് ഷെയർ ചെയ്യാനും പറ്റില്ല, അതുകൊണ്ടാണ് അനുമോളെ കാര്യങ്ങൾക്ക് നൂറ ഭയങ്കര എതിർപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിക്കുന്നുണ്ട്, എനിക്ക് അവളോട് സംസാരിക്കാനില്ല, അവള് പറയണതൊക്കെ ഇപ്പോൾ അത് പറയാനും തുടങ്ങിയില്ലേ, അതെടുത്ത് കളിയാക്കാൻ തുടങ്ങിയല്ലോ അനുമോളെ. അതെ, ഇതെന്താ പറയാ, ഇത് ശരിക്കും ആദില പെട്ട അവസ്ഥയാണ് ഇപ്പൊ. ആദില ഒരു ഇൻഡിപെൻഡന്റ് ഗെയിമർ ആയതുകൊണ്ട് ആദില ശരിക്കും കുടുങ്ങിയ അവസ്ഥയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ശൈത്യനോടാണ് പറയണെന്നുള്ളത് ശ്രദ്ധിച്ച് പറയണം, അത് വേറെ കാര്യം. ശൈത്യൊക്കെ പോയി, പക്ഷെ ശൈത്യക്ക് ഇല്ല, കുറെ ദിവസമായിട്ട് ശൈത്യൊന്നും ഇല്ല. ഇന്നിപ്പോ KP നമ്പൂതിരീസ് കണ്ടപ്പോ എങ്ങാണ്ട് പല്ല് കണ്ടാണ് ശൈത്യം. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ KP നമ്പൂതിരീസ് ഇവര് എന്തിന്റെ അടിസ്ഥാനം? ഞങ്ങളൊക്കെ സീസണിൽ കൊടുത്തിരുന്ന പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പല്ല് തേക്കുന്ന ആരെ നമ്മൾ കാണുന്ന അവർക്ക് എടുത്ത് കൊടുക്കുകയായിരുന്നു. ഇത് ഗിസൈലിന്റെ സംഗതി മറ്റേ ഹോളിവുഡ് സ്മൈലാക്കി വന്നതാ. പല്ല് കറക്റ്റ് ചെയ്ത് ഹോളിവുഡ് സ്മൈലാക്കി ഫുള്ള് വെള്ളാക്കി വന്നതാ, ആർട്ടിഫിഷ്യൽ വെച്ചിരുന്ന. അറിയാൻ പാടില്ല, എന്താണ് അങ്ങനെ ഭംഗിയുള്ള ചിരി കൊടുക്കാനാണ് നിന്റെ അവിടെ നൂറയ്ക്ക് കൊടുക്കണം. നൂറേന്റെ ചിരിയാണ് അവിടെ ഏറ്റവും രസം. അങ്ങനെ അങ്ങനെ ഒരു സൈഡ് കൂടി അത് പോയി. പിന്നെ അഗെയിൻ ഈ പറഞ്ഞ ആര്യനും ഗിസയിലും അവര് നല്ല ബോണ്ടാട്ടോ തമ്മില്. അവര് ഇത് പ്ലാനിങ്, അവര് കാര്യം ആരും പറഞ്ഞ പിൻ പോയിന്റാ. ചില സമയത്ത് ഇവ ലോക പൊട്ടനാണ്, ചില സമയത്ത് ഇവ നല്ല കാര്യം പറയുന്നുണ്ട്. നല്ല പോയിന്റ് ആണ് ഗിസയിലിന് പറഞ്ഞു കൊടുത്തത്. അതിനിപ്പം മസ്താനിനെ മറ്റല്ല വിളിക്കുന്നത്, ശവാനി. അടുക്കളന്നാ വിറ്റ് ആപ്പിൾ എടുത്ത് തിന്നണ കഴിക്ക് മസ്താനി പോലെ ശവാനി മസ്താനി ആറാവെന്ന് സംഗതി. പക്ഷെ ഇവൻ പോയിന്റ് പറഞ്ഞു കൊടുത്തേ. അവര് വന്ന് ഇന്ന് കണ്ടില്ലേ, അവര് കൂട്ടം കൂടിയിരുന്ന് ഗ്രൂപ്പ് പൊളിക്കാനും അക്ബറിന്റെയും മറ്റേ അപ്പാനിന്റെ ഇടയിൽ കളിക്കാനും ഷാനവാസിന്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ ഉണ്ടാക്കാനും അങ്ങനെ ഇവര് ഗ്രൂപ്പായിട്ട് ആ ഗ്രൂപ്പ്, അതായത് ഇവിടെ കണ്ടസ്റ്റൻസ് ശ്രമിക്കാത്ത എന്താ അറിയോ,
വന്ന വൈൽഡ് കാർഡിനെ അവരെ ഇടയ്ക്ക് എടുക്കാൻ കണ്ടസ്റ്റൻസും ശ്രമിക്കുന്നില്ല. അല്ല അതിന് വേറെ പണി ഇപ്രാവശ്യം ഇവരങ്ങനെ എടുക്കാൻ കാരണം അവരെന്ത് ചെയ്താലും ഇവർക്ക് പണി കൊടുക്കുന്നുണ്ട്. ആ പണിപ്പുറത്തെ പണിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവരെ മാറ്റി നിർത്തുന്നത്. ലെറ്റ് ഇറ്റ് ബി. ഫ്രീ ആയിട്ടുള്ള ഇഷ്ടംപോലെ സമയങ്ങളുണ്ട്. ഒരു ഗ്യാപ്പ് കിട്ടിയിട്ട് ഇപ്പൊ വന്നിട്ട് ഒരാഴ്ച ആവാനായല്ലോ. ഒരു ഗ്യാപ്പ് കിട്ടിയിട്ട് ആരെങ്കിലും എന്ത് ചെയ്യണം, ഒരാളുടെ ഒരു ബോണ്ടെങ്കിലും വരണ്ടേ? അതില്ല. സാബുമാൻ പിന്നെ ഒരാഴ്ച കഴിയട്ടെ. സാബുമാൻ എന്താണ് അവസ്ഥ നമുക്ക് അറിയണല്ലോ. സാബുമാൻ എന്താ എനിക്ക് മനസ്സിലാവണല്ലേ. സാബുമാന്റെ ട്രോള് ഫുള്ള് മറ്റേതാണ്, BB ഹൗസിലെ പുതിയ ആൽവിൻ ജോസ് പെരേര. ആകെ ട്രോളൊക്കെ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ നിങ്ങൾ സമയം കൊടുക്കണം. കാരണം നമുക്ക് അറിയില്ല അവൻ എന്താണ് തന്നെ വന്ന് പൊട്ടിയവരൊന്നും വിശ്വസിക്കാം. അതാണ് ജിഷിനൊക്കെ വെറുതെ എന്നിട്ടാണെങ്കിൽ ഉള്ള എല്ലാ ഓക്കും മേടിക്കും. ജിഷിനെ ഞാൻ തന്നെ പറഞ്ഞ എന്താ അറിയാം എനിക്ക്, ജിഷിൻ്റെത് 4 വൈൽഡ് കാർഡും ഒരു മണ്ടൻ കാർഡും. അതാണ് ജിഷിൻ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തം ടീമിന്റെ ക്യാപ്റ്റനാണ് ആര്? നിവിൻ ജയിച്ചു കഴിഞ്ഞാൽ ആ ടീം ജയിച്ചാലാണ് ഇവന് ആ ഇമ്മ്യൂണിറ്റി പവർ സാധനമൊക്കെ കിട്ടുക. ആ നിവിനെ പോയി തോണ്ടിയിട്ട് നിവിൻ ലാസ്റ്റ് എന്താ പറഞ്ഞത്, എന്റെ പാട്ടി വല്ല കാര്യം ഉണ്ടായത്. എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ വെറുതെ പോയിട്ട് എന്താടാ അതിൽ പോടാ പറയുമ്പോ അതല്ല മറ്റേ വീട്ടില്ലേ UK ലക്ഷ്മി, വേദലക്ഷ്മി വന്നിട്ട് പറയണേ നാളെ നമ്മൾ ഡിഫെൻഡ് ചെയ്യണം, പക്ഷെ നമ്മൾ ഫൈറ്റ് ചെയ്യരുത്. അതില് ജിഷൻ തിരിഞ്ഞിട്ട് ഞാൻ ചിലപ്പോ ഫിസിക്കലൊക്കെ ആവും, പോലെ ഞാൻ ചിലപ്പോ ഫിസിക്കലൊക്കെ ആവും പറഞ്ഞു. എന്റെ മോനെ അയാള് ഫുള്ള് കുഞ്ഞപ്പോ കിച്ചണിലൊക്കെ നിന്നിട്ടുണ്ടല്ലേ ഇത് കറി ഉണ്ടാക്കിയത്. ജിഷിനൊന്നും പുറത്തിറങ്ങിയണ്ടല്ലോ. ഇപ്പൊ ഉള്ള സീരിയലില്ലേ അതും കൂടി പോയി കിട്ടും. അജാതി അയാൾക്ക് തന്നെ ഒരു ബോധമില്ല അയാൾ എന്തൊക്കെയാ പറയണത്. അയാൾ അനീഷിനെ വെറുതെ പോയിട്ടല്ലോ, വെറുതെ അല്ല ഭാര്യ കെട്ടി മറ്റേ UK ലക്ഷ്മി പിള്ളേര് നിങ്ങളതുകൊണ്ട് US എല്ലാം വെക്കിട്ടില്ലേ. അങ്ങനെ അത് നല്ല കിട്ടല. വന്നവരും പോയവരും നിന്നവരൊക്കെ ആരിട്ട് കൊടുത്തു. അനക്കേലാണ് അവിടുത്തെ കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോപ്പിട്ട് നിൽക്കുകയാണെങ്കിൽ ആ നെവി സുഖമായിട്ട് വരില്ല, ഞാൻ തരാന്നുള്ള ഇതില് കൺസിഡർ ചെയ്തില്ല. അതും ഇല്ല, ഇത് ഇരുന്ന് ചൊറിയാതെ അപ്പോഴാണ് ദേഷ്യം വന്നത്. അത്രയും നിനക്ക് തരില്ല. ഫാത്തിമ ഗ്രൂപ്പ് ഒന്നും അറിയൂ? ഫാത്തിമ ഗ്രൂപ്പ് മാറിയിട്ടൊന്നുമില്ല. മറ്റേ അവളെ ജിസേലിന്റെ കൂടെ തന്നെ ഉണ്ട്. മറ്റേതുണ്ടല്ലേ ടാസ്കില് കണ്ടില്ലേ മറ്റാള് ഇതടിച്ചിട്ട് പുറത്തിറങ്ങിയത്. മറ്റേ ചങ്ങായില്ലേ പ്രവീണല്ലേ? മറ്റേ എന്താ പറയാ എല്ലാം അടിച്ചിട്ടും ഇവര് പുറത്തിറങ്ങില്ല ജിഷിൻ. എന്നിട്ട് സാധനം കൊണ്ടുകൊണ്ട് വീടിന്റെ ഉള്ളിൽ കയറി പോകുന്നുണ്ടല്ലേ, എന്നിട്ട് വെറുതെ മാനം കിട്ടില്ലെന്ന്. ഇന്നലെ അത് ഇന്നലെ അത് സമ്മതിക്കാൻ ഒരു മടി. ഓനല്ലെങ്കിലും മടിയാണ്. അതല്ല ഇന്ന് കണ്ടില്ലേ റെന അവര് 3 പേര് വേറെ വേറെ ഗ്രൂപ്പായില്ലേ, അതുകൊണ്ടാണ് റെന ബിന്നീനെ അറ്റാക്ക് ചെയ്യണത്. ബിന്നി വേറെ ടീം അല്ല റെന എന്താ പറയാ, റെനക്ക് സംഗതി മനസ്സിലായി ക്ലിക്കായി തോന്നുന്നുണ്ട്. റെന ഇനി അങ്ങനെ നിക്കില്ല തോന്നുന്നു എനിക്ക്. റെന കുറച്ചും കൂടി ഇവര് വിചാരിച്ച പോലത്തെ ഒരു ഐറ്റം അല്ല റെന. ഇന്നിപ്പോ ബിന്നീനെ കേറിയിട്ട് ചൊറിഞ്ഞു. സെപ്പറേറ്റ് ടീമായാലും ചൊറിഞ്ഞു. അക്ബറോ അല്ലെങ്കിൽ മറ്റേ ഇവൻ അപ്പാനൊക്കെ അങ്ങനത്തെ ഒരു ചൊറി പിടിക്കുന്നില്ല. റെന പിടിക്കുന്നുണ്ട്, മനസ്സിലായോ? റെന ആരാ എന്തോന്നില്ല, റെന പിടിക്കുന്നുണ്ട്. റെനക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു ഫയർ ഉണ്ട്, ഒറ്റയ്ക്ക് എന്നുള്ളൊരു ഫയർ ഉണ്ട് തോന്നുന്നുണ്ട് റെനക്ക്. അതുകൊണ്ടാണ് റെന അങ്ങനെ ഒരു ഐറ്റം. ഈ വൈൽഡ് കാർഡിന്റെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വന്നിട്ട് എന്തോ ഭയങ്കരമായ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് വീടിനുള്ളിൽ എന്നുള്ളതാണ്. അല്ല അത് മാത്രല്ല, ഞാൻ പറയട്ടെ, കഴിഞ്ഞ കൊല്ലം ഞാൻ കയറിയിട്ട് പുറത്തത്തെ കാര്യം പറഞ്ഞപ്പോൾ എന്നെ പീനലൈസ് ചെയ്തു. എനിക്കിട്ട് എന്തോന്ന് പണി തന്നു. ഇവള് മസ്താനി ഞാൻ പറയുന്ന ഇരട്ടി പറയുന്നുണ്ടോ എന്തൊക്കെയോ. ഓൾക്ക് ബിഗ് ബോസ് വാണിംഗ് കൊടുത്ത് എത്ര വാണിംഗ് ബിഗ് ബോസ് കൊടുത്തോണ്ടിരിക്കുന്നു. ബിഗ് ബോസ് ഓരോ ടൈമിലും വാണിംഗ് കൊടുത്തോണ്ടേയിരിക്കുന്നു ബിഗ് ബോസ്. ആ ചപ്പാത്തില്ലേ മറ്റേ അല്ല, പുറത്തുനിന്നുള്ള എല്ലാ കാര്യവും. ഇപ്പൊ ഇവര് ഷാനവാസ് ഇവരൊക്കെ ഇരിക്കുമ്പോ ഇവര് ജയിലിലിരിക്കുക, അതില് ഗിസയില് മറ്റേ ചപ്പാത്തി ഉള്ളിൽ വെച്ച് ഇങ്ങനെ ചൊറിഞ്ഞില്ലേ, അതൊക്കെ എടുത്ത് പറയാൻ നേരത്തെ വീണ്ടും എടുത്ത് പറഞ്ഞു. ഇവളെ ഗെയിം ഇത്രേ ഉള്ളൂ. മസ്താനിന്റെ ഗെയിം പുറത്തുനിന്ന് വന്ന് കണ്ട സാധനങ്ങളല്ലാതെ. അതുകൊണ്ടാണ് മസ്താനി ലാസ്റ്റ് കരയും ചെയ്തില്ല. എല്ലാം പറഞ്ഞു പോകി. വേറെ ഇല്ല, മസ്താനിക്ക് വേറെ ഗെയിം ഇല്ല അവിടെ. കിട്ടിയില്ലേ, വാണിങ്ങോട് വാണിങ്ങാണ് മസ്താനിക്ക്. ഇനി എത്ര വാണിങ് കിട്ടാനുള്ളത് കിട്ടി മടുത്തു മസ്താനി. അതേപോലെ ഇന്ന് മറ്റേ രേണുസുതി, ഇന്റെ മോളെ രേണുസുതി ഇന്നും പറഞ്ഞു പോണം. രേണുസുതി ആരറിയോ?
തിങ്കൾ മുതൽ വെള്ളി വരെ പോകണം. ശനി ഞായർ ലാലേട്ടൻ വന്നാൽ എനിക്ക് പോകണ്ട ലാലേട്ടാ, എനിക്ക് കുഴപ്പമില്ല എന്നുള്ളത്. ശരിക്കും ഡോറ് തുറന്നു വെച്ച് കൊടുക്കണം. രേണുവിന് പോവാണെങ്കിൽ രേണു പോയിക്കോട്ടെ. ഇന്നിപ്പോ അപ്പാനി അക്ബർ പറഞ്ഞ പോലെ രേണുസുതി ടാസ്കിന്റെ അവസരം അടിച്ചില്ല. പെപ്പറേന്ന് പറഞ്ഞപ്പോ രേണുസുതി ആയില്ല രേണുസുതി ഏറ്റവും വിളിച്ചത്രേ ഞാനില്ല കളിക്കാന്ന്. രേണു അതിനാ രസം. രേണു ഇന്ന് എന്തോ ഒരു സാധനം ബിഗ് ബോസ് പറഞ്ഞപ്പോ എല്ലാരും ഇങ്ങനെ കസാലയിലിരിക്കുക. രേണു എന്താ ആദ്യമായിട്ട് കേൾക്കണ പോലെ രേണു എന്നൊക്കെ രേണു ആദ്യമായിട്ട് കേൾക്കണ പോലെ പറയുന്നത്. രേണു എന്താ പറയുക. പിന്നെ വേദലക്ഷ്മി പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചാ, നമ്മള് ശൈത്യനെ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മേക്കപ്പ് ഒക്കെ ഇട്ട് നടന്നോട്ട് ഈ ആഴ്ച പോവും. രേണു സുധി ആൾക്കാർ വോട്ട് ചെയ്ത് അവിടെ വെക്കുന്നുണ്ട്, അത് വെക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഒരു കോമൺ ചിന്തിച്ചൂടെ, ആ പെണ്ണിനെ പ്രൊവോക്ക് ചെയ്താൽ പോരെ. സംഗതി അവർക്ക് കണ്ടന്റ് കയറുന്നുണ്ടെങ്കിലും രേണുസുതി പ്രൊവോക്ക് ചെയ്താ ഇപ്പത്തെ ഒരു മൈൻഡ് സെറ്റും ഫിസിക്കൽ കണ്ടീഷനും വെച്ചിട്ട് രേണുസുതി പൊട്ടും രേണുസുതി. അത് രണ്ട് രീതിക്കാവാ. ഒന്നില്ലെങ്കിൽ രേണുസുതി എക്സ്പോസ്ഡ് ആവും, അല്ലെങ്കിൽ രേണുസുതി ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കും. രേണുസുതി ആക്ട് ചെയ്ത് നിൽക്കണവരെയൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല അവര് ആക്ടിങ് അല്ല, പക്ഷെ ഞാൻ പറയാ പ്രൊവോക്ക് ചെയ്ത ചാടുന്നു, പ്രൊവോക്ക് ചെയ്ത ഉള്ളിലുള്ള ചാടും. അവരെനിക്ക് തോന്നുന്നത് റിയൽ ലൈഫിൽ എന്താ വെച്ചാൽ ആരൊക്കെയോ പറഞ്ഞ് പിരി കയറ്റി അടിപൊളിയാക്കി കൊടുത്തതിന്റെ ഭാഗമായിട്ട് വായത്തോന്ന് വിളിച്ച് പറയണം. അല്ല റിയൽ ലൈഫിൽ സ്വന്തമായിട്ട് അതിനൊന്നും ചെയ്യാനും കാര്യങ്ങളൊന്നും അറിയുന്നു. അല്ല റിയൽ ലൈഫിൽ ഫ്രീഡം അല്ലേ, ഫോൺ എടുക്കുക, വിളിക്കുക, സ്ട്രെസ് ഇല്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിലും നാലായിട്ട് കൺവേ ചെയ്ത് സംസാരിക്കാം. അച്ഛനുണ്ട്, വീട്ടുകാരുണ്ട്, പിന്നെ 4 ഇന്റർവ്യൂ കയറിയിരുന്നിട്ട് ഞാൻ ബോൾഡാണ്, എനിക്കതൊന്നും ഒരു വിഷയമല്ല, കമന്റ് ഒന്നും ഒരു വിഷയമല്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു സെൽഫായിട്ടുള്ളൊരു സാധനം കിട്ടുന്നുണ്ട്. ഇത് അവർക്ക് അവിടെ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് രേണുസുതിക്ക്. അവിടെ ഇപ്പൊ തന്നെ പറയുന്നത് വെറും പഞ്ചസാര മാത്രം നിന്നാ ജീവിക്കലെന്നാണ്, വേറെ ഒന്നും കഴിക്കണില്ല എന്ന് പറയുന്നത് അവര്. മേ ബി ഫിസിക്കലി കുറെ പ്രശ്നങ്ങളും കാണുമായിരിക്കും രേണുസുതിക്ക്. എന്താണെങ്കിലും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അപ്പാനി ശരത്ത് സേഫ് അല്ല, ശൈത്യ സേഫ് അല്ല, ഒനീല് സേഫ് അല്ല. ബാക്കിയുള്ളവരൊക്കെ സേഫ് അല്ലാത്തൊരു സ്റ്റേജിലേക്കാണ് ആദില പോയിക്കൊണ്ടിരിക്കുന്നത്. ആദിലങ്ങനെ. പക്ഷെ എന്താ പറയാ, ആദിലെനിക്ക് തോന്നുന്നത് ഇവര് ഈ ബാക്കി ടീമില്ലേ, ബാക്കി ബെൽറ്റ് ഈ പറഞ്ഞ നമ്മളെ വൈൽഡ് കാർഡ് വന്നവരും ബാക്കിയുള്ളവരൊക്കെ കഴിഞ്ഞിട്ടേ സേഫ് അല്ലാത്ത അവസ്ഥയിൽ പോളു വോട്ട്. അല്ലാത്ത പക്ഷം അനുമോള്, ഷാനവാസ്, അനീഷ്, നൂറ, ജിസേല്, അതൊക്കെ കഴിഞ്ഞിട്ട് ആര് ചാടുള്ളൂ. ആദിലേമയ്ക്കൊക്കെ ആ ഒരു ബെൽറ്റിൽ ആദിലുണ്ട്. ഒരു ടോപ്പ് 10 എടുത്ത ഒരു 6ലോ 7ലോ ഒക്കെ ആദിലുണ്ട് ഈ വോട്ടിങ് നോക്കുമ്പോ. അപ്പൊ പിന്നെ ആദില അങ്ങനെ ഓക്കെ ആണ്. ഏറ്റവും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്ന ഗെയിമർ എന്തൊക്കെ പറഞ്ഞാൽ നൂറയാണ്. സ്ട്രോങ് ആവുന്നുണ്ട്. പക്ഷെ എന്താ അറിയോ, കണ്ടന്റ് മേക്കിംഗ് സാധനം ഇപ്പോഴും ഇരിക്കുന്ന അനുമോള് സംഗതി സാധനം എന്തോ ആയിക്കോട്ടെ, എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിലും കണ്ടന്റ് മേക്കിംഗ് ഉണ്ട്. നമുക്ക് പറയാനുള്ള സാധനങ്ങള് പറയാനുള്ളത് കിട്ടുന്നത് ഇപ്പൊ തന്നെ 5 വർഷം എന്താ പറയാ ജോലിയൊക്കെ കളഞ്ഞിരുന്ന് ഗെയിം പഠിച്ചു വന്ന അനീഷേക്കാളും ഗെയിം കണ്ടിട്ടില്ല അറിയണ അനുമോളാണ് പഠിച്ചു വന്നിട്ടുള്ളത്. അനുമോള് ഫുള്ള് അനുമോളാണ് കണ്ടന്റ്. അനീഷ് നോക്കിയത്, അനീഷ് ഇല്ല. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എവിടെയും അനീഷിനെ കണ്ടോ? അനീഷ് ഇല്ല, അനീഷ് ലിറ്ററലി ഔട്ട്. പിന്നെ അനീഷിന് വേറെ സാധനം ഉണ്ട് കേട്ടോ. അനീഷ കടിച്ചില്ലേ, ജിഷിനെയും കടിച്ചിട്ടുണ്ട്, ഷാനവാസിനെയും കടിച്ചിട്ടുണ്ട്. അനീഷ് എനിക്ക് തോന്നുന്നത് എവിടേക്കോ ഈ വയ്യായിക ഉണ്ടാവും, ബട്ട് ആ ഉള്ള വയ്യായികയിൽ ഒന്നും കൂടി അങ്ങോട്ട് കൂടുതൽ ചിലപ്പോൾ കാട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം വരുന്നുണ്ട് ഇന്ന് ലൈവിലൊക്കെ. കാരണം അനീഷിന് ആ കടി ചിലപ്പോൾ ഒരു സീനാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടുള്ളൊരു പേടി മനസ്സിലാക്കുന്നുണ്ടോ. എടി കായ് കടിച്ച് പൊളിച്ചിട്ടുണ്ടാവും, കൈ കെട്ടി നടക്കുന്ന ചെങ്ങായി ആ അജ്ജായി കടി അടിച്ചിട്ടുണ്ട് ഫിസിക്കലി അവര് പറഞ്ഞിട്ട്. എന്റെ കണ്ണുപോയി പറഞ്ഞ കരയുന്നുണ്ടാവും. അപ്പോ ഇതന്നെ, വേറെ ഒന്നും ഈ എപ്പിസോഡിൽ പറയാനല്ലോ പ്രത്യേകിച്ച്. ഇപ്പൊ ഇന്ന് രാത്രി എന്തെങ്കിലുമൊക്കെ പ്ലാനിങ്, രാത്രി പ്ലാനിങ്ങിന് ഡിന്നിക്കായിട്ട് ആള് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ആരും ഇല്ല. അതാണ് രസം. അപ്പൊ എന്താണെങ്കിലും നാളെ നോക്കാം. ഓക്കെ, പ്രമോ ഒന്നോ നോക്കട്ടെ. പ്രമോ ഒന്നും ഞങ്ങള് കണ്ടിട്ടില്ല.